ഹായ്, നമ്മളിന്ന് ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ എലമെൻ്റ് ആണ് അല്ലേ, ഫസ്റ്റ് എലമെൻ്റ് ആണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഒരു ഇലക്ട്രോൺ മാത്രമാണ് ഉള്ളത്. ഇപ്പം കൺസിഡർ ചെയ്യുവാണ്, ഇതിപ്പം ഹൈഡ്രജൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു സർക്കിളാണ് കേട്ടോ. അതായത് ന്യൂക്ലിയസ് ആണ്. അപ്പം ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോൺ മാത്രമായിരിക്കും. അങ്ങനെയാണ് ഹൈഡ്രജൻ്റെ പ്രത്യേകത എന്ന് നമുക്കറിയാം. അപ്പം ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പ്രോട്ടോൺ ആയിരിക്കും ഉള്ളത്. പ്രോട്ടോൺ എന്ന് വെച്ചാൽ മെയ്ഡപ്പ് ഓഫ് 1 പ്രോട്ടോൺ എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് തന്നെയാണ് അല്ലേ. ന്യൂക്ലിയസ് ഇസ് മെയ്ഡപ്പ് ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രോട്ടോണും പിന്നെ ഒരു ഇലക്ട്രോണും ആയിരിക്കും ഉള്ളത്. ഇനി നമ്മൾ എടുക്കുവാണെങ്കിൽ വേറെ എന്താ നമുക്കറിയാൻ ഉള്ള കാര്യം എന്ന് പറയുന്നത്, പ്രോട്ടോൺ എന്ന് പറയുന്നത് അപ്പം ഒരു പ്രോട്ടോൺ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്കറിയാവുന്ന കാര്യം എന്താണ്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താ ചെയ്യുക? ഇലക്ട്രോൺ മൂവ്സ് ഇൻ അലൗഡ് എനർജി ലെവൽസ് അറൗണ്ട് ദ പ്രോട്ടോൺ അല്ലേ. അതായത് പ്രോട്ടോണ് ചുറ്റും അലൗ ചെയ്തേക്കുന്ന എനർജി ലെവൽസിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും നമ്മുടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇലക്ട്രോൺ ഈ ഒരു ഇലക്ട്രോൺ എടുത്തു. അപ്പോൾ ഇലക്ട്രോൺ, അതായത് ഇവിടെ നമ്മുടെ പ്രോട്ടോൺ ഉണ്ട്, ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ എന്ന് കരുതുക. കാണാമല്ലോ, ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ, ഇത് നമ്മുടെ പ്രോട്ടോൺ. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ നമ്മുടെ പ്രോട്ടോണ് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്താ അവിടെ ശരിക്കും നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ സൺ അല്ലേ, സണ്ണിന് ചുറ്റും പല പ്ലാനറ്റ്സ് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ടല്ലേ. അതിലൊരു പ്ലാനറ്റാണ് നമ്മുടെ എർത്ത്. ഇനി നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, എർത്ത് സണ്ണിന് ചുറ്റും ഇങ്ങനെ വെറുതെ സഞ്ചരിക്കുക മാത്രമല്ല, പകരം അത് ഇറ്റ്സെൽഫ് ഒരു മോഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അതായത് എർത്ത് സണ്ണിന് ചുറ്റും സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്വയമായിട്ട് കറങ്ങുന്നുമുണ്ട്, റൊട്ടേഷനും ഉണ്ട്, റെവല്യൂഷനും ഉണ്ട്. ഇത് സെയിം വേ ഇലക്ട്രോൺ എന്ന് പറയുമ്പം ഇലക്ട്രോൺ സ്വന്തമായിട്ടും ഒരു മോഷനുണ്ട്, അതായത് സ്വന്തമായിട്ടും ഒരു സ്പിൻ മോഷനുണ്ട്. അത് ഓർബിറ്റിന് പ്രോട്ടോണു ചുറ്റും ഒരു മോഷനുണ്ട്, അതാണ് ഓർബിറ്റൽ മോഷൻ. ഇത് രണ്ടും നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ളതാണ് ഇലക്ട്രോണ് സ്വന്തമായിട്ടൊരു സ്പിന്നുണ്ട് അല്ലേ, അപ്പ് ആൻഡ് ഡൗൺ സ്പിന്നുണ്ട്. ഇലക്ട്രോണ് ആറ്റത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ ആ പ്രോട്ടോണ് ചുറ്റും സ്വന്തമായിട്ടൊരു ഓർബിറ്റൽ മോഷനും അതിനുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ പറയുന്നത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. ഈ വാക്ക് ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കണം, ഇത് തുടയ്ക്കുവാണേ. ഓക്കെ. അപ്പോൾ ഈ വാക്കെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ആ ഒരു ടേം എന്ന് പറയുന്നത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ വേർഡ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഓക്കെ. അപ്പം ഇനിയും നമുക്കറിയാം. അപ്പം നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫൈൻ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതായത് ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, ഹൈഡ്രജന് നമുക്കറിയാം പല ട്രാൻസിഷൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ ചുമ്മാതെ ഞാൻ പറയുവാണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും n=1 ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ഉണ്ട് n=2, അടുത്ത സ്റ്റേറ്റ് n=3, അടുത്ത സ്റ്റേറ്റ് n=4, ഇങ്ങനെ n=7 വരെ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ 7-ൽ നിന്ന് 1-ലോട്ടുള്ള ട്രാൻസിഷൻ നടക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് ലെയ്മാൻ സീരീസ്. കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ലെയ്മാൻ സീരീസ്. ഇനിയും ഹയർ ടു n=2-യിലോട്ടുള്ള ട്രാൻസിഷനാണ് ലെയ്മാൻ കഴിഞ്ഞതാണ് ബാൽമർ. ഇതൊക്കെ നമ്മൾ +1 +2 കാലഘട്ടത്തിൽ പഠിക്കുന്നതാണ്. പിന്നെ ഹയറിൽ നിന്ന് അടുത്ത n=3 വരുന്നതാണ് പാഷൻ. പിന്നെ ബ്രാക്കറ്റ് പി ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ നമ്മൾ വളരെ ബേസിക്കായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊന്നുമല്ല കേട്ടോ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്.
ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബാൽമറോ പാഷനോ ലൈമനോ ഒന്നുമല്ല. പകരം എന്താ, നമ്മുടെ കയ്യിലിപ്പം ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ലൈൻ തന്നെ എന്ത് ചെയ്യുന്നു, പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത ട്രാൻസിഷൻ, അത് തന്നെ വീണ്ടും പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. വീണ്ടും അടുത്തത്, അതിൽ തന്നെ പല സ്പ്ലിറ്റിങ്. ഈ പല പല സ്പ്ലിറ്റിംഗ് ഉണ്ടല്ലോ, അതിനെയാണ് മിസ് ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനെയാണ് ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഫൈൻ സ്ട്രക്ചർ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അപ്പോൾ അത് പറയാനായിട്ട് ആദ്യത്തെ കാലഘട്ടത്തിൽ, അതായത് ഈ സംഭവമൊക്കെ ട്രാൻസിഷൻസൊക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഫൈൻ സ്ട്രക്ചർ ഒന്നും ആരും കണ്ടുപിടിച്ചിട്ടുണ്ടായില്ല. അപ്പം ആ സമയത്ത് എന്താ കണ്ടുപിടിക്കാത്തതെന്ന് വെച്ചാൽ, ആ സമയത്ത് നമ്മൾ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായില്ല. എന്താണ് ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അന്നത്തെ കാലത്ത് ചിലപ്പോൾ അത് ഹൈ റെസൊല്യൂഷനുള്ളൊരു സ്പെക്ട്രോമീറ്റർ ആയിരിക്കത്തില്ല ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈ റെസൊല്യൂഷനുള്ള സ്പെക്ട്രോമീറ്റേഴ്സ് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും, ഇങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി എന്ത് സംഭവിക്കും. അതായത് ഒരു ഇലക്ട്രോണ് ലോവർ സ്റ്റേറ്റിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും എനർജി കിട്ടണം അല്ലേ? ഇനി എനർജി കിട്ടി ലോവറിൽ നിന്ന് ഹയറിലേക്ക് പോയിട്ട്, അപ്പോൾ അത് എപ്പോഴും ഒരിക്കലും ലോവറിൽ നിന്ന് ഹയറിലേക്ക് ഒരിക്കലും ഇലക്ട്രോണ് പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കത്തില്ല. എപ്പോഴും ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലേക്കാണ് ഇരിക്കുന്നത്. നമ്മുടെ ക്ലാസ് റൂമിൽ എപ്പോഴും ബാക്ക് ബെഞ്ചിൽ ഇരിക്കാനാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ എപ്പോഴും താഴെ വന്നിരിക്കാനാണ് ഇഷ്ടപ്പെടുക. അപ്പം ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോണ് കുറച്ച് കഴിയുമ്പം താഴേക്ക് വരേണ്ടി വരും. താഴേക്ക് വരുമ്പോൾ അവർ എന്ത് ചെയ്യും, ഏത് എനർജി കൊണ്ടാണോ മേളിലോട്ട് പോയത് ആ എനർജി അവർ എമിറ്റ് ചെയ്ത് താഴേക്ക് വരും. ഓക്കെ, താഴേക്ക് വരും. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണല്ലേ. അപ്പം ഈ താഴേക്ക് വരുന്നത് ഒബ്സർവ് ചെയ്തപ്പോൾ, കുറച്ച് ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ ഉപയോഗിച്ച് ഒബ്സർവ് ചെയ്തപ്പോഴാണ് കണ്ടുപിടിച്ചത്. താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ താഴോട്ടങ്ങ് വരുമല്ല, ഇവിടെ തന്നെ പല ഡിവിഷൻസ് ഉണ്ട്, അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കാം എന്ന ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഒറ്റ വാക്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറയുവാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇഫ് വി എക്സാമിൻ ദ സ്പെക്ട്രം ഓഫ് സർട്ടൺ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം അണ്ടർ ഇതാണ് പഠിക്കേണ്ടത്, അണ്ടർ ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ. ഒരു ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്ററിൻ്റെ അണ്ടറിൽ എക്സാമിൻ ചെയ്തപ്പം then it is found that single lines may be resolved into ക്ലോസ്ലി സ്പേസ്ഡ് പെയർ ഓഫ് ലൈൻസ്. അതായത് എന്ത് കണ്ടുപിടിച്ചു, സിംഗിളായിട്ടുള്ള ലൈൻസ് എന്താവുന്നുണ്ട്, ചിലപ്പോൾ സിംഗിൾ ലൈൻസ് സിംഗിൾ ലൈൻസ് എന്തായിട്ട് ഇതാവുന്നുണ്ട്, മേ ബി റിസോൾവ് എന്നുവെച്ചാൽ ഡിവൈഡ് ആവുന്നുണ്ട്. ആരായിട്ട്? ഇൻറ്റു ക്ലോസ്ലി സ്പേസ്ഡ്, ഇത് സ്പേസ്ഡ് ആണ്, സ്പേസ്ഡ് ലൈൻ എന്നുകൂടെ എഴുതാം. ക്ലോസ്ഡ് സ്പേസ്ഡ് പെയർ ഓഫ് ലൈൻസ്, സിംഗിൾ ലൈൻസ് മേ ബി റിസോൾവ്ഡ് ഇൻറ്റു ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള പെയർ ഓഫ് ലൈൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഫൈൻ സ്ട്രക്ചർ എപ്പോഴാണ് പറയുന്നതെന്ന് അറിയാവോ? എല്ലാ കാര്യങ്ങളും പറയാൻ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു റിക്വയർമെൻറ്റ് വേണം അല്ലേ? വെറുതെ നമുക്കങ്ങ് പറയാൻ പറ്റത്തില്ല. 2 കാര്യങ്ങളാണ് ഫൈൻ സ്ട്രക്ചർ പറയാൻ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുല്ലോ, ഹൈ റെസൊല്യൂഷൻ്റെ കേസ് വെക്കണം, ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്ററിൻ്റെ കേസ് വെക്കണം. പിന്നെ ഉള്ളത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. അതായത് ഈ ഫൈൻ സ്ട്രക്ചറിൻ്റെ റീസൺ ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇഫ് വി എക്സാമിൻ ദ സ്പെക്ട്രം ഓഫ് സർട്ടൺ സ്പെക്ട്രൽ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം under a high resolution spectrometer, then it is found that single lines may be resolved into closely spaced pair of lines. This is called fine structure, and this is because the spin orbit coupling എന്ന് വെച്ചാൽ എന്താ? ഇനിയും
സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്ന് വെച്ചാൽ സിമ്പിളാണ് മനസ്സിലാക്കാൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺ എന്തൊക്കെയുണ്ട്. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണ് സ്പിന്നുണ്ട് അല്ലേ, ഇലക്ട്രോൺ സ്വയമായിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ട്, പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇത് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ടുഗദർ ഉള്ള എഫക്റ്റിനെയാണ് നമ്മൾ ശരിക്കും സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. വളരെ ബേസിക്കായിട്ട് അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ എഫക്റ്റ് അല്ലെ രണ്ടിൻ്റെയും കൂടെ എനർജി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇപ്പം നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ മൂലമാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു റീസൺ പറഞ്ഞാൽ മാത്രമേ അത് റെലവൻ്റ് ആവത്തുള്ളൂ. ഫൈൻ സ്ട്രക്ചർ ചോദിക്കുമ്പം ദീസ് ആർ ദ ക്ലോസ്ലി സ്പേസ്ഡ് ലൈൻ എന്ന് എഴുതിയിട്ട് കാര്യമില്ല. അതെന്തുകൊണ്ടാണ്, ബിക്കോസ് ഓഫ് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമ്മൾ ഇത് സോൾവ് ചെയ്യാനായിട്ട്, അപ്പോൾ ഈ ഫൈൻ സ്ട്രക്ചറിനെ കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാനായിട്ട് നമുക്ക് 2 കാര്യങ്ങളിലായിട്ട് ഇപ്പം പറഞ്ഞത് തന്നെ 2 കേസിലേക്ക് ഇതിനെ തിരിക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് കേസ് 1 അല്ലെങ്കിൽ കേസ് എ എന്ന് കൊടുത്തോ. കേസ് എ എന്ന് പറയുന്നത് കേസ് എ വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ. വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ, അതായത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കൂടാതെ നമുക്ക് എങ്ങനെ ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ ലൈൻസ് ഇരിക്കും. അതായത് സത്യം പറഞ്ഞാൽ ഫൈൻ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പേ എങ്ങനെയായിരുന്നു എന്നാൽ മാത്രമല്ല അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആദ്യം തന്നെ ഹൈഡ്രജൻ വെറുതെ ഇരിക്കുമ്പോൾ, അതായത് ഫൈൻ സ്ട്രക്ചർ ഒന്നും കണ്ടുപിടിക്കാതെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ഒന്നും വരാത്ത സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ എഴുതിക്കും, കേസ് 1 എന്ന് പറയുന്നത് വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൺസിഡർ ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുക്കാം. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസൊക്കെ വേണം കേട്ടോ. അത് നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എടുത്തേ. ആദ്യം തന്നെ ഒന്നാമത് ഗ്രൗണ്ട് സ്റ്റേറ്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്റ്റഡി ദ എനർജി ലെവൽസ് ഓർ സ്റ്റഡി ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്ന് കൊടുക്കുക. ഇനി അടുത്ത് നോക്കിയേ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് ആദ്യം. ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റ് നോക്കാനായിട്ട് ഇനി നമ്മൾ പറയുന്നത് അറിയത്തില്ലെങ്കിൽ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇതങ്ങ് പഠിച്ചു പോയാൽ മതി, ബേസിക് കേട്ടോ. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണ്. n എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേസിക്കായിട്ടൊരു കുട്ടിക്ക് തെറ്റാൻ പോകുന്നത്, എക്സാമിനൊക്കെ തെറ്റുന്നത്, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് തെറ്റാൻ പോകുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുമ്പം പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് n = 0 എന്നാണ്. പക്ഷേ n = 0 ആണോ? അല്ല, n = 1 നിന്നാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതാദ്യം മനസ്സിൽ വിചാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ശരിയായി. അപ്പോൾ n = 1 എടുത്തു. ഇനി നോക്കിയേ, n = 1 എടുത്തതിന് ശേഷം അടുത്ത നമ്മൾ n 1 ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെക്ട്രൽ അല്ലെങ്കിൽ ഒരു ആറ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് n വേണം, അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ വേണം, പിന്നെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം വേണം. അപ്പോൾ n = L എന്നെടുത്തു. n = 1 എന്നെടുത്തു. n 1 ആണെങ്കിൽ L എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് L എന്ന് പറയുന്നത് എന്താണ്? 0 തൊട്ട് എന്താ n-1 ആയിരിക്കും. ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചോ, 0 തൊട്ട് n-1. അപ്പോൾ ഇവിടുത്തെ L നോക്കിയേ, 0 to ഇവിടുത്തെ n എത്രയാണ്? 1 ആണല്ലേ. അപ്പോൾ 1 - 1 എന്ന് വെച്ചാൽ എന്താ? 0 തന്നെ. അപ്പോൾ 0 എന്ന് എടുത്താൽ മതിയല്ലോ. ഓക്കെ, ഇത് എഴുതിയെടുക്കുക. ഇനി നമുക്ക് റബ്ബ് ചെയ്തോട്ടെ. ഇനി നമുക്ക് എന്ത് വേണം? ജെ വേണം അല്ലേ. സ്മോൾ ജെ ആണ്. സ്മോൾ ജെ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് L + S തൊട്ട് മോഡുലസ് ഓഫ് L - S വരെ.
ഇനി എൽ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു, 0 ആയിരുന്നു. പ്ലസ് എസ് എപ്പോഴും 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന് ഹാഫാണ്, എക്സെട്ര മോഡുലസ് ഓഫ് 0 മൈനസ് ഹാഫ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം കിട്ടുന്നത് ഹാഫാണ്, ഇവിടെ നമുക്ക് ഉത്തരം കിട്ടുന്നത് -1/2 പക്ഷേ മോഡുലസ് ഉള്ളതുകൊണ്ട് -1/2 പ്ലസ് ഹാഫ് ആകും. അപ്പോൾ 2 ഹാഫ് കൂടെ എടുത്ത് ഒരു ഹാഫ് എന്ന് എഴുതിയാൽ മതിയാവും. ഓക്കെ, ഒരു ഹാഫ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഞാൻ എഴുതി തരാം. ഫുള്ള് എഴുതുമ്പോൾ എങ്ങനെ ഇരിക്കും നോക്കിയേ. ദാറ്റ് ഇസ് n = 1, L = 0, S = ½, J = ½ അല്ലേ, ഹാഫ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അറ്റോമിക് എന്താ പറയുക സിമ്പൽ എഴുതാം. നോമൻക്ലെച്ചർ എന്നൊക്കെ നമ്മൾ പഠിക്കത്തില്ലേ. അപ്പോൾ അത് നമുക്ക്, അതായത് അറ്റോമിക് സ്പെക്ട്രത്തിൽ നമുക്ക് എങ്ങനെയാണ് എനർജി ലെവൽസിനെ റിട്ടേൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ എനർജി ലെവൽസിനെ റിട്ടേൺ ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. n2s+1 L താഴെ J, ഇത് താഴെയാണ്. n എന്ന് പറയുന്നത് എപ്പോഴും ലെഫ്റ്റിലാണ് എഴുതുന്നത്. n എന്ന് വെച്ചാൽ എത്ര നമ്പർ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉണ്ടെന്നാണ് അർത്ഥം. 2s+1 എന്നതിനെ നമ്മളെപ്പോഴും മൾട്ടിപ്ലിസിറ്റി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, m ആണ്, മൾട്ടിപ്ലിസിറ്റി എന്നാണ് പറയുന്നത്. 2s+1. L എന്ന് പറയുന്നത് നമ്മുടെ ആംഗുലാർ അല്ലേ, മൊമെൻറ്റം അല്ലേ, അതിൻ്റെ കേസിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പറയാം. J എന്ന് പറയുന്നത് എത്രയാണ് നമ്മുടെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, എങ്ങനെ എഴുതാം എന്ന് വെച്ചാൽ ഓക്കെ, എങ്ങനെ എഴുതാമെന്ന് നോക്കിയേ. ആദ്യം തന്നെ n എന്ന് വെച്ചാൽ ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1. 2s+1 അല്ലേ, 2s+1 ആണ് മുകളിൽ. ഇവിടെ നമുക്ക് s എന്ന് പറയുന്ന ഹാഫ് ആയിരുന്നു. അപ്പോൾ 2 × ½ + 1, ഈ 2ഉം ഈ 2ഉം വെട്ടിപ്പോയ 1 + 1 2. അപ്പോൾ മുകളിലാണ് 2. ഓക്കെ, അടുത്തത് L എന്ന് വെച്ചാൽ 0 ആണ്. L = 0 എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ്, എസ് സ്റ്റേറ്റ് ആണ്. L = 0. L = 1 എന്ന് പറയുന്ന ഏത് സ്റ്റേറ്റ് ആണ്, പി സ്റ്റേറ്റ് ആണ്. ഓക്കെ, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ L 0 ആകുമ്പം അത് എസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എസ് എന്ന് എഴുതി. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ താഴെ J എന്ന് പറയുന്നത് നമുക്ക് ഹാഫ് എന്ന് എഴുതി. അപ്പം ആദ്യത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ 1, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പം ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എഴുതിയത്. എല്ലാം തുടക്കട്ടെ, കൺഫ്യൂഷൻ കാണും അല്ലേ. ഓക്കെ, എനിവേസ് നോക്കിക്കേ, അതായത് ഒന്നുകൂടെ പറയാം. ഗ്രൗണ്ട് സ്റ്റേറ്റ്, അപ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതാനായിട്ട് നമുക്ക് മൊത്തത്തിൽ എന്താ വേണ്ടത്, ഞാൻ പറഞ്ഞു n2s+1 L J. ഓക്കെ, ഇനി ഒരു കാര്യം നോക്കിയേ, L = 0 ആകുമ്പം ആ സ്റ്റേറ്റ് എസ് ആണ്. L = 1 ആകുമ്പോൾ പി ആണ്. L = 2 ആകുമ്പോൾ SP D ആണ്. ഇനി SPD E ഇല്ല, പകരം F. L = 3 ആകുമ്പോൾ F ആണ്, SPDF. L = 4 ആകുമ്പോൾ G ആണ്, SPD. ഓക്കെ, ഇത്രയും നമ്മൾ ഓർക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കിയാൽ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് n = 1, L = 0, S = ½ സിംഗിൾ ഇലക്ട്രോൺ സ്റ്റേജിൽ എപ്പോഴും സ്പിൻ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ n നോക്കിയേ, n1. ഇനി 2s+1 ആണ്. മൾട്ടിപ്ലിസിറ്റി എന്ന് വെച്ചാൽ ആ എന്താണ് നമ്മുടെ ആ ഒരു സ്റ്റേറ്റ് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ ഫൈൻ സ്ട്രക്ചർ അല്ലേ, സ്പ്ലിറ്റിംഗ് എത്ര ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ 2s+1 എന്ന് വെച്ചാൽ 2 × s ഓൾറെഡി നമുക്കറിയാം ഹാഫ് ആണ്, +1 ഹാഫ്. ഈ ഹാഫിലെ ഈ 2ഉം മേളത്തെ 2ഉം ക്യാൻസലായിപ്പോയി. ഇവിടെ ഒരു 1 ഉണ്ട്, 1 + 1 = 2. അപ്പോൾ നമുക്ക് ഇതിന് പകരം മേളിൽ 2. ഇനി L എന്ന് പറയുന്ന L = 0 ആണ്. L 0 ആകുമ്പോൾ നമുക്ക് എസ് ആണ് അവിടുത്തെ സ്റ്റേറ്റ്. ഇനി J ഓൾറെഡി നമുക്കറിയാം ചെയ്തു, ഹാഫ് ആണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന്
പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലായി, അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ആണല്ലോ, അല്ല വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ആണല്ലോ അല്ലേ? ഓക്കെ, വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത നമുക്ക് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് നോക്കിയേ. അപ്പം ഞാൻ പറഞ്ഞു ഗ്രൗണ്ട് സ്റ്റേറ്റ് 1 ആണെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്തായിരിക്കും? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്തായിരിക്കും? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് n=2 ആയിരിക്കും. ചെയ്തപ്പോൾ n=2 ആണെങ്കിൽ L എന്താ? L=0 തൊട്ട് n-1 വരെ, അതായത് 0 തൊട്ട് 2-1, ഇത് 2 ആണേ, 2-1 വരെ, അതായത് 0, 2, 2 1 കുറച്ച് 1 അല്ലേ? ഓക്കെ, ഇനിയും അങ്ങനെ ആണെങ്കിൽ ഓക്കെ, അത്രയും വരെ കിട്ടി. ഇനിയും J എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് L+S തൊട്ട് L-S വരെയാണ്. ഓക്കെ, പക്ഷേ ഇവിടുത്തെ പ്രത്യേകത കണ്ടോ, ഇവിടെ 2 L ഉണ്ട്, എസ് എപ്പോഴും നമുക്ക് ഓർത്തോണം ഹാഫാണ് കേട്ടോ, ഹാഫ്. ഇനി ഇവിടെ 2 ഇതുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം 2 L ഉണ്ടെങ്കിൽ 2ഉം കൺസിഡർ ചെയ്യണം. അതായത് ആദ്യം നമുക്ക് L=0. L0 ആകുമ്പോൾ ജെയുടെ വാല്യൂ എന്തായിരിക്കും? 0+½ തൊട്ട് മോഡുലസ് ഉണ്ട് 0-½ വരെ. അപ്പം മൈനസ് ചെയ്താലും പ്ലസ് തന്നെ മോഡുലസ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഹാഫ് ഒന്ന് എടുത്താൽ മതി. 2 ഉത്തരം ഹാഫാണ്, ഒരെണ്ണം എടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താ? അപ്പോൾ L=0യുടെ കേസ് കഴിഞ്ഞു. L=0യുടെ കേസ് കഴിഞ്ഞു. അപ്പോൾ L=0 ചെയ്ത സമയത്ത്, അപ്പോൾ L=0, അപ്പോൾ L=0 ചെയ്ത സമയത്ത് J എന്ന് പറയുന്നത് ഹാഫ് എന്ന് കിട്ടി. ഇനി L=1 ആവുന്ന സമയത്ത് J എന്തായിരിക്കും? മോഡുലസ് ഓഫ് L+or-S അല്ലേ? അപ്പോൾ J എന്താ? 1+½ പിന്നെന്താ? 1-½ 1+½ എന്ന് വെച്ചാൽ എന്താ? 1+½ എന്ന് വെച്ചാൽ എന്താ? 3/2 അല്ലേ? 1+½ അത് നിങ്ങൾ പഠിച്ച് ഇപ്പം തന്നെ വെച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ നിൽക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ സോൾവ് ഒക്കെ ചെയ്ത് അത് ഇച്ചിരി ബുദ്ധിമുട്ടാകും നമുക്ക്. അപ്പം 1+½ നമുക്കറിയാം, ദാറ്റ് ഈസ് 3/2 തന്നെ. ഓക്കെ, ഇനി 1-½ എന്തായിരിക്കും? 1-½ അല്ലേ? അതെന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയാം. n1 ആണ്, L0യും ഹാഫായി, S ഹാഫാണ്, അല്ല L0യും 1 ആയി, S ഹാഫാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാമല്ലോ. തന്നെ ഒന്ന് എഴുതി നോക്കിയേ, ഇത് പോസ് ചെയ്തിട്ട് തന്നെ എഴുതി നോക്കിയേ, ഇത് ശരിയാണോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് അടുത്തത് തന്നെ എഴുതുക കേട്ടോ. അപ്പോൾ എങ്ങനെ നമുക്ക് വരും? നോക്കിയേ, n=1, L=0, S=½ 0. L0 ആവുന്ന സമയത്തെ J എന്താണ്? L0 ആവുന്ന സമയത്ത് J എന്തായിരുന്നു? J ഹാഫ് അല്ലേ? ഹാഫ്. അങ്ങനെയാണെങ്കിൽ n2s+1 L, ഇത് L ആണ്, LJ. ഇങ്ങനെ എഴുതിക്കേ, n ഇവിടെ 1 ആണ്, 2s+1, അതായത് 2 × ½ +1, ഹാഫും പോയി കഴിഞ്ഞാൽ 2. ഇതിന് ഞാൻ എപ്പോഴും എഴുതത്തില്ല കേട്ടോ, മുകളിൽ 2 എന്ന് തന്നെ ഇടുവാണ്. 2, അത് കഴിഞ്ഞ് L എന്ന് പറയുന്നത് ഇവിടെ L=0 ആകുമ്പോൾ S ഓർബിറ്റ് ആണ്, ഹാഫ്. കണ്ടോ? അപ്പോൾ എന്ത് കിട്ടി? അയ്യോ, ഒരു തെറ്റുണ്ട്, ഇവിടെ 2 ആണ് കേട്ടോ. അത് ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 2 ആണ്. ആദ്യം ഞാൻ 2 എന്നല്ലേ പറഞ്ഞതെന്നൊന്ന് നോക്കണേ. നേരത്തെ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് തന്നെ. ഗ്രൗണ്ട് സ്റ്റേറ്റ് n=1 ആണ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് n=2 ആണ്. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. കാരണം എന്താ? Lന് 2 വാല്യൂസ് ഉണ്ടായിരുന്നു, L=0 മാത്രമാണ് ഇപ്പം സോൾവ് ചെയ്തേക്കുന്നത് അല്ലേ. ഇനി നമുക്ക് L= എന്തും കിട്ടിയായിരുന്നു? 1ഉം കിട്ടിയായിരുന്നു. അപ്പം L=1, ആ സമയത്ത് ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 3/2 എന്നും കിട്ടി, 1/2 എന്നും കിട്ടി. അപ്പോൾ ഇതെല്ലാം എഴുതേണ്ടി വരും അല്ലേ, എല്ലാം സോൾവ് ചെയ്യണം, +or- ആണല്ലോ. അപ്പം അങ്ങനെ വരുമ്പം 2s+1 n L J. അപ്പം ഇവിടെ വരുമ്പോൾ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും?
എൻ എന്ന് പറയുന്നത് 2 ആയിരുന്നു, ഇത് മുകളിൽ 2, എൽ എന്ന് പറയുന്നത് എൽ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് പി ഓർബിറ്റ് ആണ്, പിന്നെ 1/2, അതുപോലെ തന്നെ 2 പി, ഹാഫും ഉണ്ട്, 3/2 ഉണ്ട്. അത് മനസ്സിലായോ? അതായത് ജെയുടെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും 2 എണ്ണം മാറ്റി എഴുതി, ബാക്കിയെല്ലാം സെയിം തന്നെ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നമുക്ക് വരച്ച് കാണിക്കാം കേട്ടോ, ഞാനിത് എങ്ങനെ വരുമെന്ന്. അത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് വരെ ചെയ്താൽ മതിയാകും. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് നമുക്ക് നോക്കാം. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് അടുത്തത്. അപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് കേട്ടോ. ഞാൻ തുടച്ചു. ഓക്കെ, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് എഴുതിക്കേ. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എൻ തെറ്റിപ്പോയാൽ നമ്മുടെ ഫുൾ തെറ്റി കേട്ടോ. അതിപ്പോൾ നമ്മൾ ഓർക്കണം, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് n ഈക്വൽ ടു 1, ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ. ഇനി നമ്മളൊന്ന് എഴുതിക്കേ, n3. എൽ എന്ന് പറയുന്നത് 0 തൊട്ട് n-1 വരെയാണ്. അതായത് 0 തൊട്ട് 3 1 കുറച്ചാൽ 2 ആണ്, അപ്പോൾ 1 വരും, 2 വരെയാണ് എൽ. ഇനി എസ് എന്ന് പറയുന്നത് എപ്പോഴും ഹാഫാണ്. ഇനി ഓരോ കേസും നമ്മൾ എടുക്കണം. ഒന്നാമത്തെ കേസ് എൽ ഈക്വൽ ടു 0 ആകുമ്പോൾ എൻ്റെ ജെയുടെ വാല്യൂ എന്താണ്? 0 ± എസ്, ഹാഫാണ്. അതിൻ്റെ അർത്ഥം ഹാഫ് എന്ന് തന്നെയാണ്, കാരണം 0 മൈനസ് ഹാഫ് ചെയ്താൽ ഹാഫ് തന്നെയാണ്. മോഡുലസ് ഉള്ളതുകൊണ്ട് പ്ലസ് ആകും. ഇനി രണ്ടാമത്തെ കേസ് നോക്കിയേ, എൽ ഈക്വൽ ടു 1 ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ എന്താണ്? 0 അല്ല, പകരം എന്താ? എൽ ± അല്ല, എൽ 1 ആണ്. 1 + ഹാഫ്, അതുപോലെ തന്നെ മൈനസും ചെയ്യണം. 1 + ഹാഫ് ചെയ്യുമ്പം 3/2ഉം മൈനസ് ചെയ്യുമ്പോൾ 1/2 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനിയും ഇവിടെ തുടച്ചോട്ടെ, 1/2 ആണ് കിട്ടുന്നത്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എൻ അല്ല, എൽ അല്ലേ. എൽ ഈക്വൽ ടു ഇനി എന്താ ഉള്ളത്? 0 1 2. എൽ 2 ആകുമ്പോൾ നമുക്ക് എങ്ങനെ വരും നോക്കിയേ? എൽ ± എസ് അല്ലേ. അതായത് 2 ± ഹാഫ്. 2 + ഹാഫ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 + ഹാഫ് ചെയ്യുമ്പോൾ 5/2 എന്നും മൈനസ് ഹാഫ് ചെയ്യുമ്പം 3/2 എന്നും കിട്ടും. ഇത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നോക്കിയേ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. സിമ്പിളാണല്ലോ, അറിയാമായിരിക്കും. എന്നാലും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യത്തിന് നമുക്ക് പെട്ടെന്ന് ഡൗട്ടൊക്കെ വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അങ്ങനെ നോക്കിയേ, എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇത്? ഇപ്പം 2 + ഹാഫ് ചെയ്തു. എങ്ങനെ ചെയ്യണം ഇത് നോക്കിയേ? 2 × 2 4 + 1 × 1 1/2. അപ്പോൾ 4 + 1 5/2. ഓക്കെ അല്ലേ? ഇനി മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? മൈനസ് ചെയ്യുമ്പോൾ എല്ലാം ക്ലീൻ ആക്കട്ടെ. ഓക്കെ, മൈനസ് വരുമ്പോൾ എങ്ങനെ വരും? 2 - ഹാഫ്. ഇതുപോലെ തന്നെ ഇതിങ്ങോട്ട് ചെയ്തു. 4 മൈനസ് ഇവിടെ ഇങ്ങോട്ട് 1, ഇവിടെ ബൈ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. /2. അപ്പോൾ നമുക്ക് 3/2 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ ചെയ്യുന്നത്? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചിലത് നമ്മളങ്ങ് മനസ്സിലാക്കി വെക്കണം. അതായത് 1 + ഹാഫ് ചെയ്യുമ്പം 3/2 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അത്രയും സമയം നമുക്ക് എക്സാമിന് പോകത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇത് എഴുതുന്ന സമയത്ത് എന്തൊക്കെയാണ് കിട്ടിയത്? ആദ്യത്തത് എൽ ഈക്വൽ ടു 0, എസ് ഈക്വൽ ടു ഹാഫ്, ജെ ഈക്വൽ ടു ഹാഫ് അല്ലേ. അപ്പം n 2s + 1 എൽ ജെ, ഇത് 2s + 1 ആണേ. ഇവിടുത്തെ n എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട് 3 ആണ്.
2s+1 എപ്പോഴും ഹാഫാണ്, അതുകൊണ്ട് 2. l=0 ആകുമ്പം s ഓർബിറ്റാണ്. ജെ എന്ന് പറയുന്നത് ഹാഫാണ്. കണ്ടില്ലേ? കഴിഞ്ഞു. എന്താണ് എടുത്തെഴുതുക. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. അടുത്തത് l എന്തായിരുന്നു? കുറച്ച് ഒതുക്കി എഴുതുക അല്ലേ. അടുത്തത് l=1 ആണ്. ജെ തന്നെ 2 വാല്യൂസ് ഉണ്ട്, ഹാഫും ഉണ്ട് 3/2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3, അതായത് n, ഇത് n ആണ്, സ്ക്വയർ മൾട്ടിപ്ലിസിറ്റി എഴുതി. l=1 ആകുമ്പം p ആണ് വരുന്നത്, ഹാഫ് ജെ. അതുപോലെ തന്നെ സ്ക്വയർ p ആകുമ്പോൾ 3/2 എന്നും വരും. ഓക്കെ. ഇനി അടുത്തത് l=2 ആണ്. l2 എന്ന് പറയുമ്പോൾ ഡി ഓർബിറ്റലാണ്. അതിന് ജെക്ക് 2 വാല്യൂ ഉണ്ട്, 3/2 ഉണ്ട്, ഇത് 3 ആണ്, 3/2 ഉണ്ട്, 5/2 ഉണ്ട്. അപ്പം 3d, അതായത് മൾട്ടിപ്ലിസിറ്റി എപ്പോഴും ഇതാണ്, 2 ആണ്, 3/2 എന്ന് വരും. പിന്നെ 3d, ഇവിടെ 2, താഴെ 5/2. ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ എളുപ്പമാണ്. ഇനി അപ്പോൾ നമുക്കിത് നമ്മൾ നോക്കിയത് വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റ് എല്ലാം എങ്ങനെ വരയ്ക്കുമെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതി പോകണം. എന്നിട്ട് നിങ്ങളിത് നോക്കി വരയ്ക്കുമ്പോൾ നമുക്ക് വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ. വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ നമ്മൾ വരച്ചത് നമുക്കിങ്ങനെ കിട്ടും. ആദ്യത്തെ സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്ക് എന്തായിരുന്നു ഉള്ളത്? ആരായിരുന്നു ഉള്ളത്? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്കുണ്ടായിരുന്നത് 1, 2, s ഹാഫായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയപ്പോഴത്തേക്ക് 2 സ്റ്റേറ്റ് നമുക്കവിടെ കിട്ടി. ഓക്കെ ആണോ? 2 സ്റ്റേറ്റ് നമുക്കവിടെ കിട്ടി. അവരെന്ന് പറയുന്നത് 2 ആണ്, 2 ഇത് 2 ആണ്, എസ് ഹാഫും, അതുപോലെ തന്നെ 2 പി ഹാഫും 2p2 അല്ലേ, 3/2. ഇങ്ങനെ 2 എണ്ണം പി തന്നെ കണ്ടോ, 2 എണ്ണമായിട്ട് കിട്ടി. പി തന്നെ 2. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? അടുത്ത തേർഡ് സ്റ്റേറ്റ് ആണല്ലേ. അപ്പോൾ തേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് ഇങ്ങനെയാണ്: 1, 2, 3. ഈ 3 എണ്ണത്തിൽ എന്തൊക്കെയാണ് കിട്ടിയത്? 3s2 ഹാഫും കിട്ടി, 2p ഹാഫ്. ഈ വരയിൽ തന്നെയാണ് 3p ഹാഫും 3p 3/2ഉം. ഇവിടെ d ആണ് കേട്ടോ. ഇവിടെ 2 എണ്ണം, അതായത് 3d 3/2ഉം 3d 5/2ഉം കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് വിത്തൗട്ട് സ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ വിത്തൗട്ട് സ്പിൻ പറഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ എഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. എനിവേസ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിങ്ങനെ നമ്മൾ വരച്ചു. അപ്പോൾ ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കിട്ടിയത് ഇവിടെ എഴുതുക. 1s ഹാഫ്, മേളിൽ മൾട്ടിപ്ലിസിറ്റി ഉണ്ട്. അപ്പോൾ 1s ഹാഫാണ് ഇത്. അപ്പം ഹൈഡ്രജൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി നമുക്കറിയാം 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ് കേട്ടോ. അടുത്തതെന്ന് പറയുന്ന അടുത്ത സ്റ്റേറ്റ് 2 എണ്ണമാണ് ഉള്ളത്. ഒരിടത്ത് 2 മൾട്ടിപ്ലിസിറ്റി 2 ഉണ്ട്, മുകളിൽ എസ് ഹാഫ്. പിന്നെ 2 ഇതെന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്. 2p ഹാഫും ഉണ്ട്, 2p 3/2 ഉണ്ട്. ഇനി നമ്മൾ സ്പിൻ ഓർബിറ്റ് വരുന്ന സമയത്താണ് ഇത് വേറെ ഫൈൻ സ്ട്രക്ചറായിട്ട് ഈ പി തന്നെ ഡിവൈഡ് ചെയ്യുമെന്ന് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഏതായാലും സ്പിൻ ഓർബിറ്റ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അത് പറയുന്നില്ല. ഇനി അടുത്ത കേസ് എന്താണെന്ന് നോക്കിയേ. അടുത്ത കേസിൽ 3s ഹാഫ് ഉണ്ട്. ഇവിടെ തന്നെ രണ്ടിടത്ത് തന്നെ ഒരിടത്ത് 3p ഹാഫും 3p 3/2ഉം വരും. ഇങ്ങനെ വരയ്ക്കല്ല, ഞാൻ എക്സാമ്പിൾ കാണിച്ചാണ്. അടുത്തതിൽ തന്നെ 3d 3/2ഉം 3d 5/2ഉം വരും. ഇങ്ങനെ വരയ്ക്കില്ല കേട്ടോ, ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്.
അപ്പോൾ അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ -3/4 ഇലക്ട്രോൺ വോൾട്ടാണ് കേട്ടോ, -3.4 ഇലക്ട്രോൺ വോൾട്ട്. സെക്കൻഡിൽ -1.51 ഇലക്ട്രോൺ വോൾട്ടാണ് ഹൈഡ്രജൻ്റെ എനർജി. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഓക്കെ, എനിവേസ് അത് അറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഹൈഡ്രജൻ്റെ അല്ലേ, ഓരോ സ്റ്റേറ്റിലെയും എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ എനർജി കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, എനർജി ഹൈഡ്രജൻ്റെ എന്ന് പറയുന്നത് -13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n² ആണ്, വേർ n = 1, 2, 3 എക്സെട്ര. n ഗ്രൗണ്ട് സ്റ്റേറ്റിലാവുമ്പോൾ ഉള്ള എനർജി എന്ന് വെച്ചാൽ -13.6 ഡിവൈഡഡ് ബൈ 1² എന്ന് വെച്ചാൽ -13.6 ഇലക്ട്രോൺ വോൾട്ട് തന്നെ. ഇനിയും എന്താണ്, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ n = 2 ആണ്. അപ്പോൾ ഇവിടെ 4, അതായത് 2ൻ്റെ സ്ക്വയർ 4 ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, -3.4. ഇനി അടുത്തത് 3 കണ്ടുപിടിക്കുമ്പോൾ 3യുടെ സ്ക്വയർ ഇവിടെ 9 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1.51. നെഗറ്റീവ് ഉണ്ട് കേട്ടോ, നെഗറ്റീവ്. അങ്ങനെയാണ് എനർജി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ട് എനർജി ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ എനർജി ഓഫ് ഹൈഡ്രജൻ അല്ല, ഫൈൻ സ്ട്രക്ചർ. അപ്പോൾ കേസ് 1 മാത്രമാണ് നമ്മളിപ്പോൾ നോക്കിയത്. കേസ് 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? കേസ് 1 എന്ന് പറയുന്നത് വിത്തൗട്ട് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ്റെ കേസാണ് നോക്കിയത്. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ കേസ് വിത്ത് സ്പിൻ ഓർബിറ്റ്, അതായത് സ്പിൻ ഓർബിറ്റിൻ്റെ കൺസിഡറേഷൻ വരുമ്പോൾ അപ്പോഴാണ് ഫൈൻ സ്ട്രക്ചർ ശരിക്കും വരുന്നത്. ഇതുവരെ നമ്മൾ ഫൈൻ സ്ട്രക്ചർ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് രണ്ടാമത് ചെയ്യാം കേട്ടോ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് സിമ്പിൾസൊക്കെ നമുക്ക് എല്ലിൻ്റെയും എസ്സിൻ്റെയും ഒക്കെ വാല്യൂസ് പഠിച്ച് വെക്കേണ്ടതായിട്ട് ഉണ്ട്.